2 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിച്ചേരും. അതിനുശേഷം റോഡ് ഷോ ആയിരിക്കും ഉണ്ടാവുക. ഈ റോഡ് ഷോയിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേക വാഹനം ഗുജറാത്തിൽ നിന്നാണ് ഇവിടെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിനും ചില പ്രത്യേകത നോക്കിയുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. നരേന്ദ്രമോദി എവിടെ പോയാലും, രാജ്യത്ത് എവിടെ പോയാലും റോഡ് ഷോയ്ക്കായി ഉപയോഗിക്കുന്നത് ഈ വാഹനമാണ്. നമുക്ക് ആ വാഹനത്തിന്റെ കാഴ്ചയിലേക്ക് പോയി വരാം. അനുമോദിന്റെ റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിയെത്താം. തൃശ്ശൂരിൽ നരേന്ദ്രമോദി റോഡ് ഷോയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിന് തൊട്ടരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് അദ്ദേഹം റോഡ് ഷോയിൽ ഈ വാഹനത്തിലാണ് പങ്കെടുക്കാറുള്ളത്. രാജ്യത്ത് എവിടെയാണെങ്കിലും ഈ ഒരു വാഹനത്തിലാണ് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യാറുള്ളത്. ഗുജറാത്തിൽ നിന്നാണ് ഈ ഒരു വാഹനം ഇവിടെ തൃശ്ശൂരിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്രീ രഘുനാഥ്, തൃശ്ശൂർ മണ്ഡലം പ്രസിഡന്റ്, എന്നോടൊപ്പം ചേരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകളായിട്ട്? മോദിജി ഇന്ത്യയിലെ എവിടെ റോഡ് ഷോ നടക്കുന്നെങ്കിലും ഈ വാഹനത്തിലാണ് അദ്ദേഹം റോഡ് ഷോ പങ്കെടുക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഇസുസു. ഗുജറാത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയത്. ഇപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ടീമിനെയാണ് നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചെയ്യുന്ന ആളുകൾ കുറവായ കാരണം നമ്മൾ പെട്ടെന്ന് നടത്തേണ്ടി കൊണ്ടുവന്ന ഇത്തരം ഫ്ലവേഴ്സ് ബാംഗ്ലൂരിൽ നിന്ന് വരേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വരുത്തി വളരെ ഗംഭീരമാക്കി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ മോദിയുടെ എല്ലാത്തിനും ഒരു യുണീക്ക് സ്റ്റൈലാണല്ലോ, അതുകൊണ്ടാണോ ഈ ഒരു വാഹനം തന്നെ അദ്ദേഹം പ്രിയപ്പെട്ടത് എല്ലായിടത്തും? അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു യുണീക്ക് എല്ലാം കീപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വാഹനം അദ്ദേഹത്തിന്റെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്, രാശിയുള്ള വാഹനമായിട്ട് കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് SPGക്ക് കൈമാറി. ഇത് ഒരു 1 മണിക്കൂറോടെ നമ്മൾ ഡെക്കറേഷൻ പൂർത്തിയാക്കി SPGക്ക് കൈമാറി. SPG ആണ് ഇത് നേരെ റോഡ് ഷോയ്ക്ക് കൊണ്ടുപോകുക. ഇതില് അദ്ദേഹത്തിന് പുറമെ മറ്റാരൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ അറിവിൽ മോദിജി മാത്രമാണ്. പിന്നെ PM ഓഫീസും അദ്ദേഹം തീരുമാനിച്ചാൽ അതിൽ ചിലപ്പോൾ വേറെ ആളുകളെ കയറ്റാൻ അവര് പെർമിറ്റ് ചെയ്താൽ അവർ കയറും. അതാരാണ് നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും SPG ഇതിൽ തന്നെയായിരിക്കും. ഇതിലും ഉള്ളിൽ അവരുടെ ഏറ്റവും അടുത്ത SPG റോളിലുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ വെച്ചാണ് അവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് അദ്ദേഹം കാറ് മാറിയിട്ട് ഇതിലേക്ക് കയറി നേരെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. സത്യത്തില് ഇപ്പോൾ നമ്മൾ ഒരുക്കങ്ങൾ കാണുമ്പോൾ റൗണ്ടിൽ ഇപ്പോൾ തന്നെ 2 ബാരിക്കേഡ് വെച്ച് 2 വശത്ത് ആളുകൾ അണിനിരക്കാറുള്ളതെല്ലാം ഒരുക്കി കഴിഞ്ഞു. 2 ലക്ഷം പേർക്കുള്ള കസേരകൾ നിരത്തി കഴിഞ്ഞു. മുൻപൊക്കെ അമിത്ഷാ ആണെങ്കിലും മോദി ആണെങ്കിലും തൃശ്ശൂരിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നൊരുക്കം, അല്ലെങ്കിൽ അത്രയും അധികം ഒരു ആവേശത്തോടെയുള്ള മുന്നൊരുക്കം എന്താണ് അതിന്? കഴിഞ്ഞ 9 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ, നടപ്പിലാക്കിയത് എന്നാണ് ഞാൻ പറയുന്നത്, പ്രഖ്യാപിക്കുകയല്ല, നടപ്പിലാക്കി ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അദ്ദേഹം ജനങ്ങൾക്ക് നേരിട്ടെത്തിച്ചു. പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി പോലുള്ള നേരിട്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുന്നു. നേരത്തെ ഇടനിലക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി. പ്രധാനമന്ത്രി പ്രധാനമായിട്ടും ഉജ്ജ്വല യോജന ഏറ്റവും കൂടുതൽ അദ്ദേഹം കാണുന്ന വനിതകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതികളാണ്. ഉജ്ജ്വല യോജനയാണെങ്കിലും അതുപോലെ തന്നെ സംവരണം ഏർപ്പെടുത്തിയ കാര്യത്തിലാണെങ്കിലും, സംവരണം ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യത്തെ ഒരു സമ്മേളനമാണ്, മഹിളാ സമ്മേളനമാണ് ഇന്ത്യയിൽ തൃശ്ശൂരിൽ നടക്കുന്നത്. ഇനി ഒരുപാട് നേതാക്കൾ വരാനുള്ള സാധ്യത തള്ളിക്കളയൊന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം വരും. ഇത് അദ്ദേഹത്തിന്റെ തുടക്കമാണ്, 3ാം വരവാണ്. 3ാം വരവ് ഗംഭീരമാക്കാനുള്ള ഒരുക്കമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ആളുകളാണ് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, നമ്മളൊരു സജഷൻ കൊടുത്തു അവർക്ക്. പിന്നെ അവരുടേതായ ഒരു സ്റ്റൈലിൽ അവർ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള മോഹൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് അതിന്റെ ആള് ചെയ്യുന്ന, ഡെക്കറേറ്റ് ചെയ്യുന്ന ആള്. എല്ലാ തവണയും അദ്ദേഹം തന്നെയാണോ? അദ്ദേഹം തന്നെയാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കാം അല്ലേ? ഹായ്, ആർ യു സ്റ്റിൽ മലയാളം അറിയും? എല്ലാ തവണയും മോദിയുടെ വാഹനങ്ങൾ താങ്കൾ തന്നെയാണോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന്റെ അടുത്ത്? ഇത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ദിശയിൽ പറഞ്ഞിട്ട് ആൾ വിളിച്ചു, അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും. എന്തൊക്കെ പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മാരിഗോൾഡ് ഫ്ലവേഴ്സ്, പിന്നെ ഹൈബ്രിഡ് ക്രിസാന്തം, റോസ്, കൽക്കത്ത ക്രിസാന്തം, കുറച്ച് ലീവ്സ്, അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സാധാരണ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ്? ഇല്ല, ആക്ച്വലി നമുക്ക് പിക്ചർ അയച്ചിട്ടുണ്ട്, അതേപോലെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രമാത്രം എന്ത് തോന്നുന്നു, സന്തോഷം തോന്നുന്നു? എങ്ങനെയാണ് മോദി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഒരു? നല്ല സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് എവിടെ ചെയ്തിരിക്കുന്നത്? നമ്മൾ കുറേ ഈവെന്റിന് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വ്യത്യസ്തമാണല്ലേ? തന്നെ. തൃശ്ശൂരിൽ നരേന്ദ്രമോദിയുടെ വരവ്, മഹിളാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ടോം കുര്യാക്കോസിലേക്ക് വീണ്ടും ഞാൻ പോവുകയാണ്. ടോം നിൽക്കുന്ന ജനറൽ ആശുപത്രി പരിസരത്തല്ലേ? അവിടെയും ഈ പറയുന്ന പോലെ വലിയ ജനത്തിരക്കുണ്ടോ? ഈ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടോ ഈ റോഡ് ഷോ തുടങ്ങുന്ന ആ സ്ഥലമായതുകൊണ്ട് തന്നെ?
എന്തോ തീർച്ചയായും കാരണം ഇവിടെ ഈ തൃശൂർ ജനറലാശുപത്രിക്ക് മുന്നിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററിലധികം ഈ സമ്മേളനം നടക്കുന്ന സ്ഥലം, ഈ മഹാസമ്മേളനം, സ്ത്രീകളുടെ മഹാസമ്മേളനം നടക്കുന്ന ആ സ്ഥലം വരെയാണ്, വേദി വരെയാണ് റോഡ് ഷോ നടക്കുന്നത്. ഇതിന്റെ ഈ വഴിയുടെ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലുമായി ബാരിക്കേഡ് കെട്ടിയും നിരവധി പ്രവർത്തകർ ഇപ്പോൾ തന്നെ അണിനിരത്തിട്ടുണ്ട്. ഈ ഏകദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ അല്പം വൈകുമെന്നറിയാം. പക്ഷേ എങ്കിൽ പോലും ഒരു 12 മണിക്ക് ശേഷം മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബസ്സുകളിൽ ഇവിടെ കൊണ്ടുപോയി ഇറക്കുന്നത്. അതായത് ഈ തൃശൂർ ജനറൽ ആശുപത്രിക്ക് മുൻപിലാണ് പ്രവർത്തകരെ ഇവിടെ എത്തിക്കുന്നത്. അതിനുശേഷം ഇവിടെ സമ്മേളന സ്ഥലത്തേക്ക് ഇവർ നടന്നു പോകുന്നുണ്ട്. പ്രധാനമന്ത്രിയെ ഈ ആശുപത്രിക്ക് തൊട്ട് നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ സ്വീകരിക്കും. ഇതിനുശേഷമാണ് ശരി, ഞാൻ അനുമോദിലേക്ക് പോകുന്നു. അനുമോദ്, ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ജനറൽ ആശുപത്രി പരിസരത്ത് തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കുന്ന ഇടത്ത് തന്നെ വലിയൊരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അനുമോദ് നിന്ന ഇടം ആദ്യം കണ്ട സാഹചര്യമല്ലല്ലോ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ സമയം എടുക്കുന്തോറും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിസര പ്രദേശങ്ങൾ മുഴുവനായും. ഇനിയും ആളുകൾ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തേക്കിൻകാട് മൈതാനം, ആ പരിസരം, സ്വരാജ് റൗണ്ട് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഈ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകരെ അവിടെ എത്തിക്കുന്നുണ്ടോ BJP? എൽദോ എല്ലാ ജില്ലകളിൽ നിന്നുമില്ല, പക്ഷേ 7ഓളം ജില്ലകളിലെ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് കണ്ണൂർ മുതൽ കോട്ടയം, എറണാകുളം വരെയുള്ള ജില്ലകളിലെ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മണികണ്ഠനാൽ പരിസരമാണ്. ഇവിടെ നിന്നാണ് ഉള്ളിലേക്കുള്ള പ്രധാനപ്പെട്ട വഴി. ഇവിടെ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ. അതാണ് നമുക്ക് ഇവിടെ ഒരു തിരക്ക് കാണപ്പെടുന്നത്. മാത്രമല്ല, വാഹനങ്ങളിൽ വരുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് ഉള്ളിലേക്ക് പ്രവേശനം. പുരുഷന്മാർ നമ്മൾ ഈ കാണുന്ന ഈ റൗണ്ടിന്റെ, സ്വരാജ് റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡുകൾക്ക് ഉള്ളിൽ കാത്തു നിൽക്കേണ്ട രീതിയിലാണ് ക്രമീകരണങ്ങൾ ഉള്ളത്. അപ്പോൾ വന്നിറങ്ങിയ ആളുകൾ ഉള്ളിലേക്ക് നീങ്ങുന്നു. ആ സ്ത്രീകളെ പരിശോധനയ്ക്ക് ശേഷം ഉള്ളിലേക്ക് കടത്തിവിടുന്നു. വലിയ ഒരു ജനസഞ്ചയമാണ് നമുക്കിപ്പോൾ തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത്. ജനക്കൂട്ടം, ജനസഞ്ചയം തൃശ്ശൂരിന് അത്ര പരിചിതമല്ലാത്ത ഒന്നുമല്ല. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംഗമമാണ് തൃശ്ശൂർ പൂരം, ജനസംഗമമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിന് സമാനമായ രീതിയിലുള്ളൊരു തിരക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളത് കാണാത്തത് കൃത്യമായി ഈ ബാരിക്കേഡുകൾക്കുള്ളിലാണ് ആളുകളെ നിൽക്കാൻ അനുവദിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. ഈ റോഡ് അല്പസമയത്തിനകം ശൂന്യമാകും. കാരണം മോദിയുടെ വാഹനം ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാരിക്കേഡിന് പുറത്ത് റോഡിലാണ്, എനിക്ക് മാധ്യമങ്ങൾക്കടക്കം ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല, ഉള്ളിലേക്ക് മാറേണ്ടി വരും. അത്രമാത്രം വലിയൊരു സുരക്ഷാ മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ട് പോലീസുകാർക്ക് പോലും ചിലപ്പോൾ നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം സെക്യൂരിറ്റിയാണ് SPGയുടെ നിർദ്ദേശങ്ങൾ, അത്രമാത്രം സുരക്ഷ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിരക്കൊക്കെ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഇല്ലാതെയാകും. കാരണം ആളുകളെ കൃത്യമായ നിർദ്ദേശിച്ച ഇടങ്ങളിലേക്ക് മാറ്റുന്ന നടപടികളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയാണ് ആ ഒരു കവാടമുള്ളത്. നമുക്ക് ഈ ഇത്രയും ദൂരമായതുകൊണ്ട് നമ്മുടെ ക്യാമറയിൽ അത് എത്രമാത്രം പതിയുമെന്നറിയില്ല. എങ്കിലും അഖിൽ, നമുക്ക് ആ ആളുകളെ പ്രവേശിപ്പിക്കുന്ന ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, മണികണ്ഠനാലിന്റെ പരിസരത്തുള്ള കവാടത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ നായ്ക്കനാൽ ഈ വഴി കടന്നു പോകുന്നവരെ പടിഞ്ഞാറേ ഗോപുരത്തിന്റെ മുൻപിലൂടെ പ്രത്യേകം ഒരുക്കിയ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് സദസ്സിലേക്ക് കടത്തിവിടുക. അങ്ങനെ 2 ലക്ഷത്തോളം വനിതകൾ ഈ ഒരു സദസ്സിൽ ഉണ്ടാകും. പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷം ആദ്യം ഇവിടെ എത്തി ഈ സദസ്സിലെ വനിതകളെ അഭിവാദ്യം ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് പ്രവേശിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുള്ളൊരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നരേന്ദ്രമോദി 3ാം തവണയാണ് തൃശ്ശൂർ വരുന്നത്. പക്ഷേ മുൻപ് വന്നപ്പോഴൊക്കെ കാണാത്തത്ര ഒരു ജനത്തിരക്ക്, അത്രമാത്രം ഒരു BJPയുടെ ഒരു ശക്തി പ്രകടന വേദിയായിട്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുള്ള ആദ്യ ചുവടുവയ്പായിട്ടാണ് 2024 ജനുവരി 3-ാം തീയതിയിലെ ഈ സന്ദർശനത്തെ കാണേണ്ടത്. ഇനി 4-5 മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ.
അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപി എന്ന നടനാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിൻ്റെ താരമൂല്യമാണ്. രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും, തൃശ്ശൂരിലെ ജനങ്ങളുടെ അംഗീകാരം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ വോട്ടുകൾ നഷ്ടമായ സാഹചര്യം, കഴിഞ്ഞ തവണ എവിടെയെല്ലാമാണ് വോട്ട് നേടാതെ പോയത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ആ ഇടങ്ങളിൽ ശക്തി കൂടുതൽ ശ്രദ്ധ കൊടുത്ത്, ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ക്രിസ്തീയ വോട്ടുകൾ അത് കുറെ കൂടി സമാഹരിക്കാനുള്ള നടപടികൾ, അതിനുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത് കേവലം തൃശ്ശൂരിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടല്ല. BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ക്രിസ്തീയ വോട്ടുകൾ കൂടി ലഭിച്ചാൽ അത്ഭുതം സൃഷ്ടിക്കാനാകുമെന്ന് BJP കരുതുന്നുണ്ട്. അതിനെല്ലാമുള്ള ചുവടുവെപ്പായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സന്ദർശനത്തെ കാണുന്നത്. ഇനി വരും ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കണം കേന്ദ്ര നേതാക്കൾ കുറെ കൂടി കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് BJPയുടെ പരിപാടികളിൽ പങ്കെടുക്കാനെത്തും. അത്തരത്തിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ BJP അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയാണ്. മറ്റു പാർട്ടികൾ ആലോചിച്ചു തുടങ്ങുന്നതിന് മുൻപേ ഈ ഒരു നടപടികളിൽ കടക്കാൻ കഴിയുന്നത് BJPയെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് തന്നെ ഈ ഒരു പരിപാടിയെ കാണുകയാണെങ്കിൽ മഹിളാ സമ്മേളനത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായ വീട്ടമ്മമാരിലേക്കും വനിതകളിലേക്കും എത്തിച്ച് അത് വീടുകളിലേക്ക് എത്തിച്ച് അതിൻ്റെ ഒരു സന്ദേശം വോട്ടായി മാറ്റുവാൻ ഉള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ 2-3 തലങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തെ ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും നമ്മൾ പല കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കാത്ത് സ്ത്രീകൾ കാത്തു പ്രായഭേദമന്യേ ആ സ്ത്രീകൾ കാത്തു നിൽക്കുന്നത്, അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അത്തരത്തിൽ സ്ത്രീകൾക്കിടയിൽ സ്വീകാര്യനായ, ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളെ പോലും ഈ ഒരു ജനപിന്തുണ കൊണ്ട് മറുപടി നൽകാൻ കഴിയും. ഈ ഒരു ജനപിന്തുണ അതിനുള്ള മറുപടിയാണെന്ന് BJP നേതൃത്വം വ്യക്തമാക്കുന്നു. ഏത് തരത്തിലുള്ള പരാതിയാണ് ഉയർന്നത്, അത് രാഷ്ട്രീയമായിട്ട് എങ്ങനെ അതിനെ പ്രതിരോധിക്കണമെന്ന് BJP കൃത്യമായിട്ടറിയാം. ആ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന മഹിളാ സമ്മേളനം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രമാത്രം ശക്തമായൊരു സന്ദേശമാണ് BJP പ്രതിയോഗികൾക്ക് ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്.